പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവിനെ തിരുസഭ വണങ്ങുന്നതും തിരുസഭ കാണുന്നതും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായിട്ടാണ്. ദ മാൻ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ മനുഷ്യൻ, കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ. നമ്മൾ അതിനെ സൂചിപ്പിക്കാനൊക്കെയാണല്ലോ ഉണങ്ങിയ കമ്പ് പിടിച്ചിരിക്കുന്ന ഔസേപ്പിതാവിൻ്റെ ആ കമ്പിൽ കിളിർത്ത് പൂവിട്ട് നിൽക്കുന്ന ഉണങ്ങിയ കമ്പ്, അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യവും നമുക്ക് അറിവുള്ളതാണ്. വിശുദ്ധി ഉള്ള ഒരു വ്യക്തി, നമുക്കറിയാം, ഒരുപക്ഷെ ചിത്രകാരന്മാരുടെ ഭാവനയിൽ വരുന്നതാണോ, ഔസേപ്പിതാവിനെ പ്രായമാക്കുന്നു. വളരെ സുന്ദരിയായ മറിയത്തിന് തൊട്ടടുത്ത് ഔസേപ്പിതാവിനെ നിർത്തുമ്പോൾ ഔസേപ്പിതാവിന് പ്രായാധിക്യം, ഔസേപ്പിതാവിൻ്റെ താടിയും മുടിയും നരച്ചു. ചിത്രകാരന്മാരുടെ ഭാവനയിൽ എന്തിനായിരുന്നു മറിയത്തിൻ്റെ കന്യാത്വത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ? അങ്ങനെയൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു, ദൈവം ഇത്രയും വിശ്വസിക്കുന്ന ഒരു കഥാപാത്രം ബൈബിളിലില്ല. പരിശുദ്ധാത്മാവ് ഇത്രയും വിശ്വസിച്ച ഒരു വ്യക്തി ബൈബിളിലുണ്ടോ? കാരണം മറിയത്തെ ജോസഫിൻ്റെ മുറിയിൽ കിടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിനുറപ്പാണ് മറിയത്തിൻ്റെ കന്യാത്വം അവിടെ സംരക്ഷിക്കപ്പെടും. മറിയം നിത്യകന്യകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ, അതിൻ്റെ തൊട്ടടുത്ത് ജോസഫ് എന്ന വ്യക്തിയെ ദൈവം ഒരുക്കുന്നുണ്ട്. ജോസഫ് എന്ന ഒരു വ്യക്തിയെ ദൈവം ഒരുക്കുന്നുണ്ട്. അത്രയും ദൈവം വിശ്വസിക്കുന്നു, അത്രയും ദൈവം ജോസഫിനെ കാര്യമായിട്ടെടുക്കുന്നു. മറിയം സംരക്ഷിക്കപ്പെടുന്നു. ഞാൻ ഈ കാര്യം എന്തിനാ പറഞ്ഞത്? ഇന്ന് ഏറ്റവും വലിയ അപകടം, ഇന്ന് വിശുദ്ധി നഷ്ടപ്പെടുന്നു. വചനം പറയുന്നു, ഹെബ്രായർക്കാർക്കെതിരെ ലേഖനം 12:14, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈശോ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ ജോസഫിനെ കുറിച്ച് പറയാൻ മറന്നില്ല. ഈശോ പറഞ്ഞു, ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്. അടുത്ത യേശുവിൻ്റെ വാക്ക്, ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ദൈവരാജ്യമെന്നാൽ ഒറ്റ വാക്കിൽ അത് യേശുവാണ്. ദൈവരാജ്യത്തെ പ്രതി, ദൈവരാജ്യത്തിനു വേണ്ടി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുള്ള ഒരപ്പൻ്റെ കീഴിലാണ് പ്രിയപ്പെട്ടവരെ യേശുവെന്ന ദൈവം, യേശുവെന്ന വിശുദ്ധി സൂക്ഷിക്കപ്പെട്ടത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഔസേപ്പിതാവിന് എന്ന് സമർപ്പിക്കണം. കാരണം ഇന്ന് വിശുദ്ധിക്ക് പ്രാധാന്യമില്ല എന്ന ഒരു ചിന്ത വരുന്നുണ്ട്. വിശുദ്ധിക്ക് പ്രാധാന്യമില്ല, എന്നാൽ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഒരു ധ്യാനം നടക്കുന്നതിനിടയ്ക്ക് ഒരമ്മ, എനിക്ക് അമ്മയോട് ഒട്ടും കുറയാത്തൊരു ബഹുമാനം തോന്നി. ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു മോനെയുമായിട്ട് അമ്മ പ്രാർത്ഥിക്കാൻ വന്നതാ. അമ്മ ഒരു കസേരയിലിരുന്നു, മകനെ ഒരു കസേരയിലിരുത്തി. എന്നിട്ട് അമ്മ പറഞ്ഞു,
ഫാദർ, ഇവൻ 9ാം ക്ലാസ്സിലായി, 14 വയസ്സായി ഫാദർ. എന്നിട്ട് അമ്മ ഈ 9ാം ക്ലാസ്സുകാരൻ്റെ അടുത്തിരുന്ന് എന്നോട് പറയുക, അവൻ ശിരസ്സ് കുനിച്ചിരിക്കുക, ഈ അമ്മ എന്നോട് പറയുക, ഇപ്പോൾ മൊബൈലിൽ ചില ചീത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവന് ഇങ്ങനെയൊരു പാപത്തിലേക്കൊരു ചായ്വ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒട്ടും കുറയാത്തൊരു റെസ്പെക്റ്റ് ആ അമ്മയോട് തോന്നി. ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, യു ആർ ബ്ലെസ്സഡ്. നീ ഭാഗ്യപ്പെട്ടൊരു മകനാണ്. ഒരുപക്ഷെ നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഏതെങ്കിലും അമ്മമാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെന്ന് മകൻ്റെ അടുത്ത് വച്ച് ഒരച്ഛനോട് പറയുമോ? പക്ഷേ മോനെ, നീ ഒരു കാര്യം ഓർക്കണം, ഏതൊരു ആൺകുട്ടിക്കും അവരൊരു ആൺകുട്ടിയാകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ നിൻ്റെ അമ്മ, നീ ആ കാര്യത്തിൽ, നിനക്ക് പഠിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ട്, പക്ഷേ പഠിക്കുന്ന കാര്യത്തിലെ വീഴ്ച നികത്താൻ അമ്മയ്ക്ക് പറ്റും. നിനക്ക് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയുണ്ട്, അത് നികത്താൻ അമ്മയ്ക്ക് പറ്റും. പക്ഷെ അമ്മ അസ്വസ്ഥപ്പെടുകയാണ് ഈ 9ാം ക്ലാസ്സുകാരനോട്. ചെറുപ്പക്കാരിയായ അമ്മയായ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കും? അവരെത്ര കൃത്യമായിട്ടാണ് ആ വിഷയത്തെ അഭിമുഖീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അമ്മ എന്നിട്ട് ഈ മകനെ മുമ്പിലിരുത്തി എന്നോട് പറയുക, അച്ഛാ, ഞാൻ ഒറ്റ കാര്യത്തിനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ, എൻ്റെ മക്കൾ വിശുദ്ധിയിൽ വളരണം. ഒരു ചെറുപ്പക്കാരിയായ അമ്മ, ആ അമ്മയുടെ പ്രാർത്ഥന ഇതാണ്: ജോലിക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി, നല്ല പഠിക്കാൻ വേണ്ടി ഇതൊന്നും ആ അമ്മ പറയുന്നില്ല. മറിച്ച് ആ അമ്മ പറയുന്ന ഒരേ ഒരു കാര്യം, അച്ഛാ, വിശുദ്ധിക്ക് വേണ്ടി, മക്കൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി അച്ഛാ പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞു, ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഞാനെന്ത് പറയാനാ? ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നുണ്ട്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ, നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. അപ്പോൾ വചനം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: നീതിയുടെ മാർഗത്തിൽ നടക്കുന്നവൻ, കൈകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ കൈ പിൻവലിക്കുന്നവൻ, കാതുകൊണ്ട് മോശം കാര്യം കേൾക്കാതിരിക്കാൻ കാതടയ്ക്കുന്നവൻ, കണ്ണുകൊണ്ട് മോശം കാര്യം കാണാതിരിക്കാൻ കണ്ണ് പൊട്ടുന്നവൻ, വാ കൊണ്ട് മോശം കാര്യം സംസാരിക്കാതിരിക്കാൻ വാ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇന്ന് ഏറ്റവും വലിയ പിശാചെന്ന് കൈവയ്ക്കുന്നത് നമ്മുടെ മക്കളുടെ വിശുദ്ധിയുടെ മേലാണ്. ഇവിടെയാണ് സഭ വിശുദ്ധ ഔസേപ്പിതാവിന് നമ്മളെ സമർപ്പിക്കുന്നതും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ പറയുന്നതും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അതിന് സാധിക്കും എന്ന് തെളിയിക്കുന്നുണ്ട് സഭ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെയധികം പ്രാവശ്യം പറയുന്ന ഒരു പേരാണ് കാർലോ അക്വിറ്റസ്. 14 വയസ്സ് മാത്രമുള്ള, അല്ലെങ്കിൽ 15 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ. കാർലോ അക്വിറ്റസ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലാണ്. അടുത്ത് തന്നെ വിശുദ്ധിയുടെ പദവിയിലേക്കുണരും. 1991 ജനനം, 2004 മരണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ എല്ലാവിധ ആഗോളവൽക്കരണത്തിൻ്റെയും മധ്യത്തിൽ, എല്ലാവിധ
മാധ്യമ പ്രസരണത്തിൻ്റെയും മധ്യത്തിൽ, എല്ലാവിധ സോഷ്യൽ മീഡിയയുടെയും മധ്യത്തിൽ ഈ കാലഘട്ടത്തിൽ വിശുദ്ധൻ വളർന്നു വരുന്നുണ്ട്, വിശുദ്ധർ വളർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായിട്ടൊക്കെ ഉയർത്തുമ്പോൾ ഇനി അൾത്താരയിൽ നമ്മൾ കാണാൻ പോകുന്ന വിശുദ്ധനാരാണ്? ഒരു ഷോർട്ട് സൂട്ട്, ലാപ്ടോപ്പിൻ്റെ ബാഗും കഴുത്തിൽ തൂക്കി, പ്രിയപ്പെട്ടവരെ പിസയും ബർഗറും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വിശുദ്ധൻ അൾത്താരയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. എന്താ അതിനർത്ഥം? എല്ലാ സൗകര്യങ്ങളും, എല്ലാ മാധ്യമ സൗകര്യങ്ങളും സോഷ്യൽ മീഡിയയും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തും ഇന്ന് വിശുദ്ധിക്ക് പ്രാധാന്യമുണ്ട്. അതിനപ്പുറത്തും വിശുദ്ധിയിൽ വളരണം, വിശുദ്ധിയിൽ മക്കളെ വളർത്തണം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം വിശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അവിടെ തകരുന്നത് ദൈവിക പദ്ധതിയാണ്. ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പിശാചാണ്. ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ഇതാണ്. ഇതാ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുക, അതുവഴി ദൈവിക പദ്ധതിയെ തകർക്കുക. ഇത് മനസ്സിലാക്കുക. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട് മാത്രം കാണേണ്ട ഒന്നല്ല. എൻ്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് മാത്രം കാണേണ്ട ഒന്നല്ല വിശുദ്ധി. വിശുദ്ധി എന്നത്, പ്രിയപ്പെട്ടവരെ, എന്നെക്കുറിച്ചുള്ള രക്ഷാകര പദ്ധതിയുമായിട്ട് ചേർത്ത് വച്ച് ധ്യാനിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശുദ്ധി പാലിക്കുന്നവൻ ഉന്നതങ്ങളിലെത്തും. കണ്ടോ, ഇന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ ഉന്നതങ്ങളിലെത്തുന്നില്ല, ഇന്ന് ഉയർച്ച സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവിക പദ്ധതി തകർക്കുക. നമുക്കറിയാം, അശുദ്ധി പല കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. അത് മൊബൈലായിട്ട്, ഇൻ്റർനെറ്റായിട്ട്, ബന്ധങ്ങളായിട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുക. റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. 12, 1, 2 വചനങ്ങൾ. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതുന്നു, 12-ാം അധ്യായം 1, 2 വചനങ്ങൾ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണതും ആയതെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഈ വചനം ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കുക. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവവുമായ ബലിയായിട്ട് അർപ്പിക്കുക. ജോസഫ് വിശുദ്ധി സൂക്ഷിച്ചിരുന്നൊരു മനുഷ്യനാണ്. അപ്പം എന്ത് സംഭവിച്ചു? മനസ്സിൻ്റെ മാറ്റം സംഭവിച്ചു. എന്താണ് മനസ്സിൻ്റെ മാറ്റം? എന്തായിരുന്നു ജോസഫിൻ്റെ മനസ്സ്? ജോസഫിൻ്റെ മനസ്സ് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. എന്നാൽ ജോസഫിനോട് ദൈവം പറഞ്ഞു, മറിയത്തെ സ്വീകരിക്കുക. കണ്ടോ, ദൈവഹിതമെന്തെന്നും മനസ്സിൻ്റെ മാറ്റം വഴി ദൈവഹിതമെന്തെന്നും നല്ലതും പരിപൂർണമായതെന്തെന്നും തിരിച്ചറിയാൻ അങ്ങനെ നിങ്ങൾക്ക് പറ്റും. ഇതാണ് വചനം. ദൈവഹിതം വെളിപ്പെടുത്തി ദൈവം വെളിപ്പെടുത്തിയോ? ദൈവം വെളിപ്പെടുത്തി മറിയത്തെ സ്വീകരിക്കുക. ഇവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അതിന് യേശുവെന്ന് പേരിടണം. ദൈവഹിതം വെളിപ്പെടുത്തി. എന്താണ് വചനം പറയുന്നത്? നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുക. ജോസഫ് ദൈവം ഒരുക്കിയ ഒരു ബലിയായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ജോസഫ് തൻ്റെ ശരീരത്തെ ബലിയായിട്ട് സമർപ്പിച്ചു. ജോസഫിന് എന്ത് സാധിച്ചു? ദൈവഹിതം തിരിച്ചറിയുവാനും അത് അംഗീകരിക്കുവാനും സാധിച്ചു. അടുത്ത വചനം എന്താ പറയുന്നത്? ഇതാ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്നും തിരിച്ചറിയാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം എന്ത് എന്ന്, എനിക്കേറ്റവും നല്ലതാ എന്ത് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും എനിക്കേറ്റവും നന്മ സ്വീകരിക്കാൻ പറ്റുന്നതും ഞാൻ വിശുദ്ധിയിൽ വളരുമ്പോൾ, വിശുദ്ധിയിൽ നിലനിൽക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ സഭ വിശുദ്ധ ഔസേപ്പിതാവിനെ വിശുദ്ധരുടെ അല്ലെങ്കിൽ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായിട്ട് വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഭ വിശുദ്ധ ഔസേപ്പിതാവിനെ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് സഭ അതിലൂടെ വിവക്ഷിക്കുന്നത്? കന്യാവ്രതക്കാർ, കന്യാത്വം വ്രതമായിട്ട് എടുത്തവർ എന്ത് മാത്രമല്ല, എല്ലാവരും വിശുദ്ധി പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. എല്ലാവരും വിശുദ്ധി പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അശുദ്ധിയിലേക്കല്ല, 1 തെസ്സലോനിയർ 4:7, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിളി എന്ന് പറയുന്നത് അത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിശുദ്ധി നമ്മൾ പാലിക്കണം. സമർപ്പിത ജീവിതത്തിൽ വിശുദ്ധി പാലിക്കണം. കുടുംബജീവിതത്തിൽ വിശുദ്ധി പാലിക്കണം. അപ്പോൾ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഹെബ്രായർ 12:14. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നമ്മൾ നമ്മുടെ മക്കളെ, കുട്ടികളെ വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിക്കുക. വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരണം ഇന്നൊരുപാട് തിന്മകൾ സംഭവിക്കുകയാണ്. തിന്മയോടൊരു കോംപ്രമൈസ് വരികയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അച്ഛൻ വിദേശത്ത് ഒരു ധ്യാന കേന്ദ്രത്തിലാണ്. അച്ഛൻ അവധിക്ക് വന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ പറയുക, നമ്മൾ പറയുമായിരുന്നു പ്രേമം തെറ്റാണ്. അച്ഛൻ പറയുക, ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് വിദേശത്ത് കാണുന്ന ഒരു കാഴ്ച അച്ഛൻ പറയുക, ഇന്ന് ആണും തമ്മിൽ, പെണ്ണും തമ്മിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇന്ന് അങ്ങനെയൊരു കാര്യം വരുന്നു. ഇന്ന് അങ്ങനെ ഒരു സൗഹൃദം, അങ്ങനൊരു ബന്ധം വരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ വിപരീതമായി വരുന്നു. ദൈവം അവരെ മനുഷ്യനായി സൃഷ്ടിച്ചു, അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും എന്നൊക്കെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു തിന്മ വരികയാണ്. ഇന്ന് സൗഹൃദങ്ങൾ തെറ്റിപ്പോവുകയാണ്. ഇന്ന് സൗഹൃദങ്ങൾ തിന്മയിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് സഭ ഈ വിശുദ്ധനെ, ഈ ഔസേപ്പിതാവിനെ മുമ്പിൽ വർത്തേണ്ടത്. കാരണം ഇന്ന് വിശുദ്ധിക്ക് പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടം. ഇന്ന് അതെല്ലാം കോമൺ ആകുന്ന ഒരു കാലഘട്ടം. ഇന്ന് ഇതൊന്നും തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്നൊരു കാലഘട്ടം. ഇന്ന് അങ്ങനെ പോയാൽ എന്താണെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളർന്നു വരികയാണ്. വസ്ത്രധാരണത്തിൽ എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. വസ്ത്രധാരണത്തിൽ എനിക്കിഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എൻ്റെ സ്വാതന്ത്ര്യം ദൈവിക പദ്ധതിക്കും മാന്യതയ്ക്കും എതിരായിട്ട് മാറരുത്. നമുക്ക് വസ്ത്രം ധരിക്കാം, പക്ഷേ നമുക്ക് ശരീരത്തിൻ്റെ പരിശുദ്ധി, എൻ്റെ ശരീരം, വചനം പറയുന്നുണ്ട്, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നിനക്കറിഞ്ഞുകൂടെ? നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ,
ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവിക്കുന്നൊരു അപകടം, വിശുദ്ധിയിൽ ഭംഗം വരുന്നു, വിശുദ്ധിയിൽ കോട്ടം വരുന്നു, വിശുദ്ധിയിൽ നഷ്ടം സംഭവിക്കുന്നു, വിശുദ്ധിക്ക് പ്രാധാന്യമില്ലാതാകുന്നു. ഒരു കാര്യം ഓർക്കുക, അങ്ങനെ വിശുദ്ധി എവിടെയെല്ലാം തകരുന്നുണ്ടോ, വിശുദ്ധിക്കെതിരായ പാപം ആരുടെയെല്ലാം ജീവിതത്തിൽ വരുന്നുണ്ടോ, അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ ദൈവിക പദ്ധതി തകർക്കും. നമുക്കറിയാം, എല്ലാ പാപവും നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ ആ വൃക്ഷം നിന്നിരുന്നു, അത് കണ്ണിന് ആസ്വാദ്യകരമായിരുന്നു, അത് കാണാൻ അഴകുള്ളതായിരുന്നു, അത് രുചിയുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കാത്തത് ജീവിതത്തിലേക്ക് വരുന്നു, ദൈവം ആഗ്രഹിക്കാത്തത് ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വരുന്നു. അത് ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മളെ, നമ്മുടെ കുടുംബത്തെ അത് തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ പ്രിയപ്പെട്ടവരെ അശുദ്ധിയിൽ നിലനിൽക്കരുത്. ഒരിക്കൽ ഒരു അപ്പനും അമ്മയും അവർ എന്നും പള്ളിയിൽ പോകും, എന്നും പ്രാർത്ഥിക്കും. കാറ്റീസം പഠിപ്പിക്കുന്ന അമ്മ, പള്ളിയോട് എല്ലാ കാര്യത്തിലും ചേർന്ന് നിൽക്കുന്ന അപ്പൻ. 2 മക്കളാണ്. മൂത്ത മകൻ നാട്ടിൽ പഠനമൊക്കെ കഴിഞ്ഞ് അവൻ കേരളത്തിന് പുറത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവന് കുറച്ച് സൗഹൃദങ്ങളുണ്ടായി. ഒരു ദിവസം ഒരു കൂട്ടുകാരൻ, ക്ലാസ്സിൽ ഒപ്പം പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ, ഇവന് ബൈക്കൊന്നുമില്ല, ഇവനോട് പറഞ്ഞു ബൈക്കിൽ പോകാം. എന്നാൽ അവിചാരിതമായിട്ട് അത് പോലീസ് പിടിക്കുകയും ആ കൂട്ടുകാരൻ്റെ ബൈക്കിൽ നിന്ന് ചില ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ സംഭവം കോളേജിൽ അറിയുന്നു. 7 പേർക്ക് കോളേജ് സസ്പെൻഷൻ കൊടുക്കുകയാണ്. കോളേജ് സസ്പെൻഡ് ചെയ്യുന്നു ഈ 7 കുട്ടികളെ. എന്നാൽ പിന്നീട് അതൊരു കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ചെറിയ തെറ്റായിട്ട് മനസ്സിലാക്കുകയും പേരൻസിനെയൊക്കെ വിളിച്ച് കാര്യം പറയുകയും അത് അവരുടെ ഈ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ഈ അപ്പനും അമ്മയ്ക്കും വലിയ ഷോക്ക്. അവർ പ്രാർത്ഥിക്കാൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. മകനെയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവർ മകന് വേണ്ടി മകനെ കൗൺസിലിങ്ങിനൊക്കെ അയച്ചു. ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവർക്കൊരു വെളിപ്പെടുത്തൽ കൊടുത്തു. ഇവരോട് ആ കൗൺസിലിംഗ് നടക്കുന്ന സഹോദരി ചോദിച്ചു, നിങ്ങൾ മദ്യം കഴിക്കുമോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കും, പക്ഷേ. അപ്പോൾ അതവർ ചോദിച്ചു, ഓക്കെ. അപ്പോൾ ഭാര്യ പറഞ്ഞു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഞാനും ഭർത്താവും സംസാരിക്കും. ഇനി ഞങ്ങൾ തമ്മിൽ ഒരു ദാമ്പത്യ ബന്ധമുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ്, അത് കഴിച്ചു കഴിഞ്ഞാൽ ആരോടും സംസാരിക്കില്ല, ഒരു പെഗ് മദ്യം കഴിക്കും. അപ്പോൾ ഈ കൗൺസിലർ ചോദിച്ചു, ഇത് സഹോദരൻ എന്നെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു തെറ്റാണോ? അപ്പോൾ ഭാര്യയോട് ഈ കൗൺസിലർ ചോദിച്ചു, നിങ്ങൾക്കിതറിയാമായിരുന്നു, ഇത് ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ എല്ലാ മാസവും കുമ്പസാരിക്കുന്ന ഈ വ്യക്തി ഇത് കുമ്പസാരിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഭർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഈ ഭാര്യ ഇതൊരു പ്രാർത്ഥനയുടെ വിഷയമായിട്ട് പോലും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് ഈ കൗൺസിലർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഓർക്കുക, അങ്ങേയറ്റം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാ നിങ്ങൾ. പക്ഷേ അനേകം കുടുംബങ്ങളെ തകർത്ത ഒരു തിന്മ നിങ്ങളിലുണ്ട്. അത് നിങ്ങളെ തകർക്കുമെന്നോ നിങ്ങൾക്ക് ദോഷകാമോമെന്നോ അല്ല, പക്ഷേ അതൊരു ദൈവകൃപയ്ക്ക് അതൊരു തടസ്സമാണ്. അത് ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുക,
നിങ്ങളത് ഗൗരവമായിട്ട് എടുത്തില്ല. എന്നാൽ അറിയാതെ പോലും നിങ്ങളുടെ മകൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ, അത് ഇന്നൊരു കാര്യത്തിൻ്റെ പേരിലാണ്. അപ്പം ഇവർ എന്നോട് പറഞ്ഞു, ഫാദർ 100% ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ വീട്ടിലെ ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യമാണത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനെന്ന ഭാര്യയ്ക്കതൊരു കംപ്ലൈൻ്റ് അല്ല, അതാരും അറിയുന്നില്ല, അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമോ ഒരു പ്രശ്നമോ അല്ല. പക്ഷേ അത് സാമൂഹികമായിട്ട് നോക്കിയാലും അതിലൊരു തെറ്റില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങളുടെ വീട്ടിലുണ്ടാകണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങളുടെ വീട്ടിലുണ്ടാകണമെന്ന്. ശരിയാണ് ഫാദർ, ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കുക, അശുദ്ധി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മൾ മാറ്റുവാൻ തയ്യാറാവുക. അതുകൊണ്ട് സമർപ്പിത ജീവിതം, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃശക്തിയിൽ സമർപ്പിക്കുകയും അവർ വിശുദ്ധിയിൽ വളരാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിനാൽ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാം. യേശു, എൻ ജീവനാണെൻ യേശു. തൻ ജീവനെന്നിൽ തന്നു, ആ ജീവനെ ഞാൻ ആരാധിക്കുന്നു. തൻ ജീവനെന്നിൽ തന്നു, ആ ജീവനെ ഞാൻ ആരാധിക്കുന്നു. യേശുവേ യേശുവേ, അങ്ങെപ്പോലൊരു ദൈവമില്ല. യേശുവേ യേശുവേ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അങ്ങെപ്പോലൊരു ദൈവമില്ല. അങ്ങെപ്പോലൊരു ദൈവമില്ല. എൻ സ്നേഹമാണെൻ 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 യേശു. എൻ സ്നേഹമാണെൻ 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 യേശു. തൻ സ്നേഹമെന്നിൽ തന്നു, ആ സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. തൻ സ്നേഹമെന്നിൽ തന്നു, ആ സ്നേഹത്തെ ഞാൻ ആരാധിക്കുന്നു. യേശുവേ യേശുവേ, അങ്ങെപ്പോലൊരു ദൈവമില്ല. യേശുവേ യേശുവേ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അങ്ങെപ്പോലൊരു ദൈവമില്ല. അങ്ങെപ്പോലൊരു ദൈവമില്ല. അങ്ങെപ്പോലൊരു ദൈവമില്ല. അങ്ങെപ്പോലൊരു ദൈവമില്ല. എൻ ശക്തിയാണെൻ 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 യേശു. എൻ ശക്തിയാണെൻ 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 യേശു. തൻ ശക്തി എന്നിൽ തന്നു, ആ ശക്തിയെ ഞാൻ ആരാധിക്കുന്നു. തൻ ശക്തി എന്നിൽ തന്നു, ആ ശക്തിയെ ഞാൻ ആരാധിക്കുന്നു. യേശുവേ യേശുവേ, അങ്ങെപ്പോലൊരു ദൈവമില്ല.
യേശുവേ അങ്ങേ പോലൊരു ദൈവമില്ല, അങ്ങേ പോലൊരു ദൈവമില്ല, അങ്ങേ പോലൊരു ദൈവമില്ല, അങ്ങേ പോലൊരു ദൈവമില്ല, അങ്ങേ പോലൊരു ദൈവമില്ല. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിൽ നമുക്ക് കരങ്ങൾ കൂപ്പിയായിരിക്കാം. സങ്കീർത്തനം 147:12 ദൈവം നമ്മളോട് പറയുന്ന, ദൈവം സ്നേഹിക്കുന്ന ഇസ്രായേലിനോട് പറയുന്നൊരു വചനമാണത്. ദൈവം സ്നേഹിക്കുന്ന ജെറുസലേമിനോട് പറയുന്നൊരു വചനമാണ്. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുത്തെ വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. ഈ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. ജെറുസലേമേ, സിയോനെ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ ഓടാമ്പലുകളെ ബലപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ നിന്റെ സുരക്ഷിതത്വം അവിടുന്ന് ഉറപ്പിക്കുന്നു. 2, നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. എത്ര വാഗ്ദാനങ്ങളാണ് ദൈവം നൽകുന്നത്. ജെറുസലേമിനോട് പറയുകയാണ്, ജെറുസലേമേ, നീ നിന്റെ ദൈവത്തെ സ്തുതിക്കുക, നീ നിന്റെ ദൈവത്തെ ആരാധിക്കുക. എന്ത് സംഭവിക്കുന്നുവെന്നാണ് പറയുന്നത്? നിന്റെ സുരക്ഷിതത്വം അവിടുന്ന് ഉറപ്പിക്കുന്നു. നിന്റെ ഓടാമ്പലുകളെ ബലപ്പെടുത്തുന്നു. 2-ാമത്തെ കാര്യം, നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. 3-ാമത്തെ വാഗ്ദാനം, ഇതാ നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. 4, വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മക്കളെ അനുഗ്രഹിക്കുന്നുവെന്ന്, നമ്മുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്നുവെന്ന്, നമ്മുടെ കുടുംബത്തെ തിന്മയിൽ നിന്ന് ഉറപ്പിച്ച് സുരക്ഷിതമാക്കുന്നുവെന്ന്, നമ്മളെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നുവെന്ന് ഒരു കൽപ്പനയുടെ കീഴിലാണ് ഈ 4 വാഗ്ദാനങ്ങൾ കിടക്കുന്നത്. കൽപ്പന ഇതാണ്: ഇസ്രായേലേ, ജെറുസലേമേ, നിന്റെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കീഴിൽ കിടക്കുന്ന 4 വാഗ്ദാനങ്ങൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിന്റെ വീടിനെ സുരക്ഷിതമാക്കുന്നു. നിന്റെ വീടിനെ സുരക്ഷിതമാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് പേരുടെ ജോലി സുരക്ഷിതമല്ല, ഒരുപാട് പേരുടെ സാമ്പത്തിക മേഖല സുരക്ഷിതമല്ല, ഒരുപാട് കുടുംബങ്ങളുടെ പല കാര്യങ്ങളും സുരക്ഷിതമല്ല. എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ സുരക്ഷിതമാകുന്നു. 2, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുടുംബത്തിലെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. 3, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുടുംബത്തിലെ അതിർത്തികളിൽ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കുന്നു. 4, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കുടുംബത്തെ ആവശ്യമായ വിഭവങ്ങൾ കൊണ്ട് ദൈവം സംതൃപ്തി അണിയിക്കുന്നു. ഈ 4 വാഗ്ദാനങ്ങൾ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് സ്തുതിക്കുക എന്ന ഒരൊറ്റ കൽപ്പനയുടെ കീഴിലാണ്. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ എന്നോട് പറയുന്നു, ജെറുസലേം ആരാണ്? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൾ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളോട്, സിയോനോട് പറയുന്നു, സിയോനെ, നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്.
ആ സിയോനോട്, ആ ജെറുസലേമിനോട് പറയുക, മക്കളെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്ക്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ഓടാമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു, നിങ്ങളുടെ സുരക്ഷിതത്വം അവിടുന്ന് ഉറപ്പിക്കുന്നു, നിങ്ങളുടെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു, നിങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. യേശുവേ, ഈ വാഗ്ദാനം ആഗ്രഹിച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു. ഒരു നിമിഷം നമുക്ക് 2 കരങ്ങൾ ഉയർത്തി ഈ വാഗ്ദാനം ഇറങ്ങാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇത് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവം നൽകുന്ന സുരക്ഷിതത്വം ഇറങ്ങി വരട്ടെ. ദൈവം നൽകുന്ന അനുഗ്രഹം മക്കളുടെ മേൽ ഇറങ്ങട്ടെ. ദൈവം നൽകുന്ന സമാധാനം കുടുംബങ്ങൾ നിറയട്ടെ. ദൈവം നൽകുന്ന സമൃദ്ധി കുടുംബങ്ങൾ നിറയട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. സഹിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ക്ഷമിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ശത്രുക്കരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. ക്ഷമിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ശത്രുകരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവിനെ സഭ വണങ്ങുന്നതും സഭ വിശുദ്ധ ഔസേപ്പിതാവിനെ കാണുന്നതും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായിട്ടാണ്. വിശുദ്ധ ഔസേപ്പിതാവ് വിശുദ്ധിയുടെ പൂർണ്ണ രൂപമാണ്. വചനം പറയുന്നു, ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം
12:14 ഇതാ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധി ഉള്ള ഒരു ജീവിതത്തിലാണ് പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് അശുദ്ധിയിൽ സംഭവിക്കുന്നത്? അശുദ്ധിയിൽ സംഭവിക്കുന്ന കാര്യം ഇതാ, എൻ്റെ ഇഷ്ടം, എൻ്റെ കണ്ണ്, എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധി എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ നിർത്തിയത് ഏദനിലാണ്, സന്തോഷമുള്ള സ്ഥലത്ത്. എന്നാൽ പിശാച് വന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കുക. വിലക്കപ്പെട്ടത്, ദൈവം അരുതെന്ന് പറഞ്ഞത് എല്ലാം വിലക്കപ്പെട്ടതാണ്. ദൈവം അരുതെന്ന് പറഞ്ഞതെല്ലാം വിലക്കപ്പെട്ടതാണ്. ആ പഴം വിലക്കപ്പെട്ടതാകുന്നത് ആ പഴത്തിന് രുചിയില്ലാത്തത് കൊണ്ടല്ല. ആ പഴം വിലക്കപ്പെട്ടതാകുന്നത് ആ പഴം ഭക്ഷിക്കാൻ കൊള്ളാത്തത് കൊണ്ടല്ല. ആ പഴം വിലക്കപ്പെട്ടതാകുന്നത് അത് കാഴ്ചയ്ക്ക് അതിന് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല. അത് വിലക്കപ്പെട്ടതാകുന്നത് അത് ദൈവം വേണ്ട എന്ന് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് മനുഷ്യൻ സ്വീകരിച്ചപ്പോൾ എന്തു സംഭവിച്ചു? സംഭവിച്ച കാര്യം, അവൻ ഏദനിൽ നിന്ന് പുറത്തുപോയി. ദൈവം വരുന്ന ഒച്ച കേട്ടപ്പോൾ അവൻ ഓടിയകന്നു. പ്രിയപ്പെട്ടവരെ, എവരി സിൻ വിൽ ഗീവ് യു എ മൊമെൻ്ററി പ്ലഷർ. എല്ലാ പാപവും ഒരു താൽക്കാലിക സന്തോഷം തരുന്നുണ്ട്. എവരി സിൻ വിൽ ഗീവ് യു മൊമെൻ്ററി പ്ലഷർ. പക്ഷേ പാപത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ദൈവിക പദ്ധതി തകർക്കുക, ദൈവിക പദ്ധതിക്ക് തടസ്സം നിൽക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞ വചനം നമ്മൾ ധ്യാനിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം ചാപ്റ്റർ 12 വേഴ്സ് 1 and 2, 12-ാം അധ്യായം 1-2 വചനം നമ്മൾ ശ്രദ്ധയോടെ ധ്യാനിച്ചൊരു വചനമാണ്. റോമ 12:1-2 വചനങ്ങൾ. വചനമൊരിക്കൽ കൂടി, ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അടുത്ത വചനം ശ്രദ്ധിക്കുക. അതുവഴി ദൈവഹിതം എന്തെന്നും നല്ലതും പരിപൂർണമായതെന്തെന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പേര് ഓർക്കേണ്ട ഒരു കാര്യം, പഠനം കഴിഞ്ഞ് ഒരു ജോലി കിട്ടുക ദൈവഹിതമാണ്. അധ്വാനിക്കുമ്പോൾ അധ്വാനം കുടുംബത്തിന് അനുഗ്രഹമായി മാറുക ദൈവഹിതമാണ്. ഞാനൊരു പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയിൽ പാസ്സാവുക ദൈവഹിതമാണ്. ദൈവഹിതം എന്താണ്? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നന്മയാണ്, അത് നിങ്ങളുടെ നന്മയാണ്. ഇതാണ് ദൈവഹിതം. നീ എന്ത് കാര്യം ചെയ്യുന്നുവോ അതിൽ നന്മയുണ്ടാവുക എന്നത് ദൈവിക പദ്ധതിയും ദൈവഹിതവും. ഞാൻ ഒരു ചെടി നടുമ്പോൾ ആ ചെടി വളർന്ന് നല്ല ഫലം ചൂടുക എന്നത് ദൈവഹിതം. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ് സമ്പന്നമാവുക, അത് അനുഗ്രഹിക്കപ്പെടുക ദൈവഹിതം. ഞാനൊരു എക്സാം എഴുതുമ്പോൾ എക്സാമിൽ വിജയിക്കുക ദൈവഹിതം. ഞാനൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ പാസ്സാവുക ദൈവഹിതം. അപ്പോൾ വചനം പറയുകയാണ്, ദൈവഹിതം എങ്ങനെയാണ് വരുന്നത്? ദൈവഹിതം എങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുക. അതുവഴി ദൈവഹിതം എന്തെന്നും നല്ലതും പരിപൂർണമായതെന്നും
വിവേചിച്ചറിയാൻ നിനക്ക് സാധിക്കും. അപ്പോൾ നന്മയായ ദൈവഹിതം തടസ്സപ്പെടുത്തുവാൻ പിശാചൊരുക്കുന്ന വഴി അത് അശുദ്ധിയുടെ മേഖലയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം പറയുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം, 33:15. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കുവാൻ ചെവി പൊത്തുന്നവൻ, തിന്മ കാണാതിരിക്കുവാൻ കണ്ണടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ എത്തും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബം ഉന്നതങ്ങളിലെത്തണം, നമ്മുടെ മക്കൾ ഉന്നതങ്ങളിലെത്തണം, നമ്മൾ നല്ല ജോലിയിലെത്തണം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമ്മളുടെ ശ്രമം നല്ല ഒരു രാജ്യത്ത്, ഏറ്റവും കംഫർട്ടബിളായ ഒരു രാജ്യത്ത് നമ്മുടെ കുടുംബം സെറ്റിൽഡ് ആകണം. നല്ലൊരു രാജ്യത്തിൻ്റെ പെർമനൻറ്റ് വിസ നമുക്ക് കിട്ടണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഉന്നതങ്ങളിൽ എത്തണമെന്നതാണ്, നല്ലൊരു ജീവിതാന്തസ് ഉണ്ടാകണമെന്നതാണ്. അതുതന്നെയാണ് വചനം ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഒരു ദൈവ പൈതലിനെക്കുറിച്ച്, അത് തന്നെയാണ് ഒരു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ വചനം പറയുകയാണ്, നീതിയുടെ മാർഗത്തിൽ നടക്കുക, കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുവാൻ കണ്ണടയ്ക്കുക, കൈകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ കൈ പിൻവലിക്കുക, കാതുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ കാതടയ്ക്കുക, വാ കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുവാൻ വാ അടയ്ക്കുക. അവരാണ് ഉന്നതങ്ങളിൽ എത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4:7, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വിളിയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു കാര്യം ഓർക്കുക, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, പിശാച് കൊണ്ടുവരുന്ന എല്ലാ സന്തോഷവും ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ദൈവിക പദ്ധതിയെ തകർക്കുക. അതിനാൽ ജോസഫ് നമുക്കിന്ന് മാതൃകയാണ്, എങ്ങനെ വിശുദ്ധി സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, കന്യാ മറിയത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കാൻ ഈ ലോകത്ത് ദൈവം കണ്ടെത്തിയ ഒരു വ്യക്തിയേ ഉള്ളൂ, ദാറ്റ് ഈസ് ജോസഫ്. അത് ജോസഫാണ്. അതിനാൽ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കാം, കുടുംബത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കാം. യേശുവേ, നിൻ്റെ ദിവ്യകാരണത്തോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധിക്കെതിരായ എല്ലാ കാര്യങ്ങളെയും നീ മാറ്റണമേ. നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുദ്ധാത്മനെ കഴുകണേ യേശുവേ, ആരക്തത്താലിൻ കരകളെ യേശുവേ, ശുദ്ധാത്മനെ യേശുവേ, കഴുകണേ, രക്തത്താലിൻ കരകളെ, നിന്നാത്മാവാ നിൻ സ്നേഹത്താ യേശുവേ, നിറയ്ക്കണേ എന്നെ പണിയണേ. യേശുവേ, നിന്നാത്മാവാൽ നിൻ സ്നേഹത്താൽ നിറയ്ക്കണേ എന്നെ പണിയണേ. നമുക്കൊരു നിമിഷം രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ നമ്മൾ സ്തുതിക്കുകയാണ്. സ്തുതിക്കുമ്പോൾ ഈ വചനം നമ്മൾ ഓർക്കുക. ദൈവമേ, ഞങ്ങൾ ധ്യാനിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുക. ഇതാകണം യഥാർത്ഥമായ ആരാധന. ദൈവമേ, അങ്ങനെ ആരാധിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഒരുക്കണമേ. നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധ ഔസേപ്പിതാവ് വഴി ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യകാരത്തോട് ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നിയോഗങ്ങളും യേശുവേ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ
വിശുദ്ധ ഔസേപ്പിതാവ് വഴി ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്നു വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞു നിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.